നമസ്കാരം. ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 താക്കോലുകളാണ്. നിങ്ങളുടെ മനസ്സിൽ അടഞ്ഞു കിടക്കുന്നതായ, നിങ്ങൾ പോലും അറിയാതെ കിടക്കുന്നതായ ചില കാര്യങ്ങൾ അറിയുവാനുള്ള താക്കോലായി തന്നെ കണക്കാക്കാം. തൊടുകുറി ശാസ്ത്രവുമായി അല്ലെങ്കിൽ തൊടുകുറി ഗണിതത്തിലൂടെ ഈ താക്കോലുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അറിയേണ്ടതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങളുടെ മനസ്സിലെ ഒളിഞ്ഞു കിടക്കുന്നതായ ചില കാര്യങ്ങൾ തുറക്കുവാനുള്ള താക്കോലുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ 2 താക്കോലുകളിൽ ഒരു താക്കോൽ നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതിനു മുന്നോടിയായി ഏവരും ചെയ്യേണ്ടതായ കാര്യം, ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആരാണോ ആ ശക്തിയെ നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആ ശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നതായ ചില കാര്യങ്ങൾ ഭാഗ്യാനുഭവങ്ങളാണ് എങ്കിലും അത് പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നത് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാകാം. ആ കാര്യങ്ങളിലേക്കുള്ള ഒരു താക്കോൽ തന്നെയാണ് ഇത്. അതിനാൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളിലേക്ക് പ്രദാനം ചെയ്തിട്ടുള്ളതായ ആ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകണം എന്ന്, ജീവിതത്തിൽ അനുഭവവേദ്യമാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 താക്കോലുകളിൽ ഒരു താക്കോൽ തിരഞ്ഞെടുക്കണം. അതിനാൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഞാൻ ഈ പരാമർശിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ ഏവരും ഒരു നിമിഷം പ്രാർത്ഥിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോടെ കണ്ണുകൾ അടച്ച് ഏകാഗ്രമായി തന്നെ പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി പതുക്കെ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന താക്കോൽ, ആ താക്കോൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആദ്യം നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ കണ്ണുകൾ ഉടക്കിയതായ ആ താക്കോൽ ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളതായ, നിങ്ങൾക്കൊപ്പം സദാ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ആദ്യത്തെ താക്കോലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ആദ്യത്തെ താക്കോലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളൊരു സ്പെഷ്യൽ വ്യക്തികളാണ്, സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തികളാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം നിങ്ങളുടെ വ്യക്തിത്വം തികച്ചും മറ്റു വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് വളരെ വ്യത്യസ്തം തന്നെയാണ്. നിങ്ങൾ പുറമെ കാണുന്നത് പോലെയല്ല ഉള്ളിൽ എന്നതാണ് വാസ്തവം. അത് പലർക്കും അറിയാത്തതായ കാര്യമാണ്. ഉള്ളിൽ അതിശക്തമായ വ്യക്തിത്വം കുടികൊള്ളുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. തൊടുകുറി ഗണിതപ്രകാരം നോക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് പല സ്വപ്നങ്ങളുമുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇതിൽ ചിലത് പുറത്ത് അറിയാവുന്നതാണ്, ചിലർക്കെങ്കിലും അറിയാം. അതേപോലെ തന്നെ ആ സ്വപ്നങ്ങളും ചില ആഗ്രഹങ്ങളും ചിലത് നിങ്ങൾ പുറത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ചിലത് മനസ്സിൽ തന്നെ കൊണ്ട് നടക്കുന്നതാണ്. അതിൽ ഭൂരിഭാഗമായ കാര്യങ്ങളും, അതായത് മനസ്സിലുള്ള ആഗ്രഹങ്ങളും അല്ലെങ്കിൽ മനസ്സിലുള്ള ആ സന്തോഷകരമായ ചില അല്ലെങ്കിൽ സന്തോഷം നൽകുന്നതായ ആ സ്വപ്നങ്ങളിൽ പലതും
നിങ്ങളിലേക്ക് വന്ന് ചേരാറില്ല, നിങ്ങൾക്ക് ലഭിക്കാറില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് ലഭിക്കും എന്നൊരു പ്രതീക്ഷ നൽകും, എന്നാൽ ലഭിക്കാതിരിക്കുകയാണ് പലപ്പോഴും സംഭവിക്കുക. അവസാന നിമിഷങ്ങളിലാണ് ഇതെല്ലാം തടസ്സപ്പെട്ട് നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യം. ഇത് പലപ്പോഴും നിങ്ങൾക്ക് വിഷമം നൽകുന്നു എങ്കിലും ഈ പോരായ്മ ഒഴിച്ചു നിർത്തുകയാണ് എങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും മിടുക്കരാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. ഇതൊരു ഭാഗ്യക്കേടായി തന്നെ നിങ്ങൾക്ക് കണക്കാക്കുവാൻ സാധിക്കും. എന്നാൽ നിങ്ങളിൽ വ്യത്യസ്തമായ ഒരു കാര്യം, വീണ്ടും ആ കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ സാധിക്കുന്നു എന്നത്, പരിശ്രമിക്കുന്ന വ്യക്തികളാണ് എന്നത് അതിശയകരം തന്നെയാണ്. അത്ര പെട്ടെന്ന് ഒരു കാര്യം നിങ്ങൾ വിട്ടുകളയുന്നവരല്ല. നിങ്ങൾക്ക് അത്രമേൽ ശക്തിയുണ്ട്, ധൈര്യമുണ്ട്. ഇത് പലർക്കും അറിയുന്നതല്ല. ഇത് പലരെയും, ഇതിൽ ചിലർക്കെങ്കിലും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങളാൽ ചിലർക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് അവർക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായി മാറാം. നിങ്ങൾ ഇത്തരത്തിലുള്ള വ്യക്തികളാണ് എന്ന് മറ്റുള്ളവർ പോലും അത്ഭുതപ്പെട്ടു പോകാം. ഇത്രയൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഗംഭീരമായ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന വ്യക്തികൾ തന്നെയാണ് എങ്കിലും സ്നേഹമുള്ള വ്യക്തികളാണ്, സ്നേഹിക്കാനുള്ള മനസ്സുള്ളവരാണ്, അത്ര വിശാല ഹൃദയരാണ് നിങ്ങൾ. ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് എന്നത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. നിങ്ങളിൽ ചില വ്യക്തികൾക്ക്, അതായത് ഒപ്പമുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിലർക്ക് മാത്രമാണ് നിങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളൂ എന്നതാണ് വാസ്തവം. നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, വേണ്ടപ്പെട്ടവരാകാം, അവർക്ക് വേണ്ടി എന്തും ചെയ്തു നൽകുവാൻ തയ്യാറുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഒരു സുഹൃത്ത് എന്ന നിലയിൽ, ബന്ധു, പങ്കാളി എന്ന നിലയിലാണ് എങ്കിലും നിങ്ങൾക്ക് ഏതൊരു കാര്യവും വളരെയധികം സഹായിക്കുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ സാധിക്കും. വിലമതിക്കുവാൻ സാധിക്കാത്തതായ സ്നേഹം മറ്റുള്ളവർക്ക് നൽകുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. നിങ്ങളെ ഒരു വ്യക്തി വിശ്വസിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അവരെ ഒരിക്കലും നിരാശപ്പെടുത്തുന്നവരല്ല. അവർക്കൊരിക്കലും നിങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമം ഉണ്ടാകണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറ്റ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ നിങ്ങളെ അവിശ്വസിക്കാറില്ല എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. വളരെയധികം ദൃഢത കൈവരിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. അതിന് കാരണം നിങ്ങളുടെ ചിന്തകളാണ്. ആ ചിന്തകൾ അത്രമേൽ ആഴത്തിലുള്ള ചിന്തകളായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും വരുന്നതായ ഇത്തരം ചിന്തകൾ, പ്രവൃത്തികൾ അത് വളരെയധികം ആഴമുള്ളതായിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പരാമർശിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ പലപ്പോഴും അല്ലെങ്കിൽ പല അവസരങ്ങളിലുമാകാം ഒറ്റയ്ക്കിരിക്കണം എന്നൊരു ആഗ്രഹം അല്ലെങ്കിൽ സ്വഭാവം നിങ്ങൾക്കുണ്ടാകാം. ഒറ്റയ്ക്ക് ഇരിക്കുന്നതായ, അത് ഇഷ്ടപ്പെടുന്നതായ വ്യക്തികൾ തന്നെയായിരിക്കാം നിങ്ങൾ. അത് എപ്പോഴും ഇരിക്കണം എന്നല്ല, അല്പസമയമെങ്കിലും ഇപ്രകാരം ഒറ്റയ്ക്കിരിക്കുവാൻ നിങ്ങൾ കൂടുതൽ താല്പര്യപ്പെടുന്നു എന്നത് വാസ്തവമാണ്. ആ സമയം നിങ്ങൾക്ക് പല വിധത്തിലും പ്രയോജനപ്പെടുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും കൂടുതൽ മനസ്സിലാക്കുവാനുള്ള അവസരങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുക. ജീവിതത്തിൽ നിങ്ങളെ പല വിധത്തിലും അത് സഹായിച്ചിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഇനി വരും ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നങ്ങളായി വന്ന് ചേർന്നിട്ടുണ്ട് എങ്കിൽ
അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ കൈക്കൊണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ആഗതമാവുകയാണ് എന്ന് പറയാം. പല കാര്യങ്ങളും നിങ്ങളെ തുണയ്ക്കുകയും അത് സംശയമില്ലാതെ തന്നെ പല കാര്യങ്ങളും അനുകൂലമാവുകയും, നിങ്ങൾക്ക് പല സുഹൃത്തുക്കളും ഉണ്ടാകാം. അതിൽ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ മറ്റു ചില അപ്രതീക്ഷിതമായ ചില വ്യക്തികൾ നിങ്ങളോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുകയും നിങ്ങളിലേക്ക് വന്നു ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യാം. അത് ഒരു സുഹൃത്തായി തന്നെയാകാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നതായ വ്യക്തികളാകാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചില വഴിത്തിരിവുകൾക്ക് കാരണമാകും എന്ന് തൊടുകൂടി ഗണിതപ്രകാരം കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ഈ സമയം നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വപ്നം കണ്ടിട്ടുണ്ട് എങ്കിൽ ആ ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തേണ്ടതും അനിവാര്യമാണ്. അത്തരം സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഈ സമയം നിങ്ങൾക്ക് യാത്രകൾക്കുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം യാത്രകൾ നടത്തുന്നത് കൂടുതൽ ഗുണകരമായി ഭവിക്കാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നു, അതിനുള്ള സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അത് നടത്തുന്നതാണ് ഉത്തമം. അതിലൂടെ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. ഈ കാര്യങ്ങൾ, ഈ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതിനാൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് പോലും. ചില കാര്യങ്ങളിൽ കൃത്യമായ ആശയങ്ങൾ അത് നിങ്ങളിലേക്ക് വന്നു ചേരുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങണം. രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളൊരു തൊട്ടാവാടിയാകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും പെട്ടെന്ന് ഉൾവലിയുന്നതായ സാഹചര്യം ചില സമയങ്ങളിൽ നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. വികാരജീവിയായ വ്യക്തിയായി തന്നെ ചില അവസരങ്ങളിൽ നിങ്ങൾ മാറുന്ന സാഹചര്യമുണ്ട്. ചില സമയങ്ങളിൽ പ്രത്യേകിച്ചും വിഷമതകൾ പെട്ടെന്ന് നിങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ചില സമയങ്ങളിൽ വളരെയധികം തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. പലപ്പോഴും അത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ താങ്ങുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. പെട്ടെന്ന് വിഷമം ബാധിച്ചു എന്ന് വരാം, പെട്ടെന്ന് അപ്സെറ്റ് ആകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ സ്നേഹവും സഹാനുഭൂതിയും വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ സങ്കടങ്ങളാണ് എങ്കിലും അവരുടെ ചിന്തകളാണ് എങ്കിലും പലപ്പോഴും മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളവരാണ്. ഒരേപോലെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പലരുടെയും മനസ്സിൽ സ്ഥാനം നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. ചെറിയ കാര്യമാണ് എങ്കിൽ പോലും ആ കാര്യത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ നിസ്സംശയം പറയാം. ഏത് കാര്യത്തിലും പ്രത്യേകമായ ശ്രദ്ധ നൽകുവാൻ തയ്യാറാകുന്ന വ്യക്തികളാണ്. നിറപുഞ്ചിരിയോടെ തന്നെ ഏവരെയും സ്വാഗതം ചെയ്ത് മുന്നോട്ട് പോകുവാനും ഏവർക്കൊപ്പം നിലനിൽക്കുവാനും സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല.
മനസ്സിലൊരു ദുഃഖം അല്ലെങ്കിൽ ഒരു പ്രയാസമുണ്ട് എങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കാണ് എങ്കിലും മനസ്സിലാകുവാൻ അല്പം വൈകി എന്ന് വരാം. പല കാര്യങ്ങളും പുറത്ത് പ്രകടിപ്പിക്കുവാൻ മടിയുള്ളവരാണ് എന്ന് പറയാം. അതിൽ താല്പര്യമില്ലാത്തതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ സ്നേഹം അത് ആരോടാണ് എങ്കിലും ആ സ്നേഹം ആത്മാർത്ഥമായ സ്നേഹമാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കുന്നതുമാണ്. ആത്മാർത്ഥമായ സ്നേഹം ഏവർക്കും നൽകുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. ഇത് മറ്റുള്ളവർക്കും അറിയാവുന്നതിനാൽ തന്നെ യാതൊരു ആശങ്കയും കൂടാതെ അല്ലെങ്കിൽ അവർക്കും തിരിച്ച് നിങ്ങളെ വിശ്വസിക്കുവാൻ വളരെ എളുപ്പമാണ് എന്ന് പറയാം. മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം വിശ്വസിക്കുന്നതായ സാഹചര്യമുണ്ട്. പലപ്പോഴും നിങ്ങളുടെ പലവിധ കാര്യങ്ങളും അതൊരു പ്രധാനപ്പെട്ട കാര്യമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചില ഇഷ്ടങ്ങളാകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ അനുകൂലമാകുന്ന ഒരു സാഹചര്യമാകാം. ഇതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പല അവസരങ്ങളിലും മാറ്റിവെച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയാണ്. ഭാവിയുമായി ബന്ധപ്പെട്ട് സകല നേട്ടങ്ങൾക്കും അർഹതയുള്ളവർ തന്നെയാണ് നിങ്ങൾ. കാരണം ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അർഹത ഉണ്ടായിട്ട് പോലും പലരും നിങ്ങളിൽ നിന്നും അത് അവർക്ക് അർഹതയില്ലാതെ നേടിയെടുത്തിട്ടുണ്ട്. അനർഹരായ വ്യക്തികൾ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും തട്ടിയെടുത്ത് അവർ അനുഭവിച്ചു പോരുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഇനി വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. തൊടുകുറി ഗണിതപ്രകാരം ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. ചില കാര്യങ്ങൾ പ്രധാനമായും നിങ്ങളുടെ മുൻപിലേക്ക് ചില സൂചനകളായി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. വിലപിടിപ്പുള്ള തുക അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഒരു കാര്യം, അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വളരെയധികം വില വരുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിൽപ്പനയോ അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സഹായം അഭ്യർത്ഥിച്ച് ആരെങ്കിലും വരികയാണ് എങ്കിൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി വന്നു ചേരുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് ദൂഷ്യം ചെയ്യുവാനുള്ള സാധ്യത കൂടുതലാണ്. ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സമീപിച്ചാൽ അതിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ഭാവി നിങ്ങൾക്ക് വളരെ ദോഷകരമായി തന്നെ മാറാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും വ്യക്തി ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തരാം, അത് വെറുതെ തരാം എന്ന് നിങ്ങൾ പറഞ്ഞു എങ്കിൽ, അത് വില കൂടിയ വസ്തുക്കളാണ് എങ്കിലും ഉദാഹരണത്തിന് സൗജന്യമായി നിങ്ങൾക്ക് തരാം എന്ന് പറയുന്നുണ്ട് എങ്കിൽ, അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ അല്പമൊരു ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ, പലവട്ടം നിങ്ങൾ അതേക്കുറിച്ച് പരിശോധിച്ചില്ല എങ്കിൽ നിങ്ങൾക്കത് ദോഷമായി മാറും. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ തീർച്ചയായും വളരെയധികം ശ്രദ്ധ പുലർത്തണം. ഒരു കാര്യം ഒരാൾ നൽകാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആ കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ പാടുള്ളതല്ല. അതേക്കുറിച്ച് വീണ്ടും പുനരാലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനം നിങ്ങൾ എടുക്കുവാൻ പാടൂ. ദൈവവിശ്വാസം, ഈശ്വരവിശ്വാസം വളരെ കൂടുതലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഒരു മോശം സാഹചര്യം വന്ന് ചേരാതെ അതിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്ന അപകടങ്ങളിൽ നിന്ന് പോലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി അത്ഭുതകരമായി രക്ഷപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. എന്നാൽ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, ഇത്തരം കാര്യങ്ങളിൽ സാഹസികപരമായ പ്രവൃത്തികളിൽ നിങ്ങൾ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്താണോ ദൈവാധീനത്താൽ കരുതി വച്ചിരിക്കുന്നതായ ഭാഗ്യാനുഭവങ്ങൾ
അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതായ അനുകൂലമായ കാര്യങ്ങൾ, സൗഭാഗ്യങ്ങൾ, ഇത് അനുഭവിക്കാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഗുണകരമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. നിങ്ങളിൽ കുടികൊള്ളുന്നതായ പല ശക്തികളും നിങ്ങൾ തിരിച്ചറിയാത്തതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. അത് ഉണർന്ന് കിട്ടുന്നത് മുതൽ നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിജയമായി മാറുക തന്നെ ചെയ്യും. മാത്രമല്ല, ദുഃഖത്തിന്റെ, വിഷമത്തിന്റെ ഒരു കണ്ണി പോലും നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കിയാവില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ കവചം നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുവാൻ പല കാര്യങ്ങളിലും ഉത്സാഹമുണ്ട് എങ്കിലും അതിൻ്റെ അന്തിമഘട്ടവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, അവസാന സമയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ, ശേഷിയുണ്ടോ എന്ന് നിങ്ങൾ ഓർത്ത് മുന്നോട്ട് പോയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടിയായി മാറുകയും ചെയ്യാം. അതിനാൽ തന്നെ ഉത്സാഹവും താല്പര്യവും പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളിൽ തീർച്ചയായും അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാം. ജീവിതത്തിൽ നിങ്ങൾ നോക്കുകയാണ് എങ്കിൽ കൃത്യമായി അത് ബോധ്യപ്പെടുന്നതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ആ മറ്റുള്ളവരുടെ ഒരു തീരുമാനത്തിന്റെ പുറത്ത് മാത്രം പോകാതെ നിങ്ങൾക്ക് ആ കഴിവുകൾ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കുമോ എന്ന ചിന്ത ഉണ്ടാകേണ്ടതാണ്. ആ ചിന്തകളിൽ കൃത്യമായ ഉത്തരം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളിലേക്ക് പകർന്നു നൽകും. തീർച്ചയായും ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ച പോലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹത്താൽ തന്നെയാണ്. ആ ശക്തിയെ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് തന്നെ നീങ്ങണം.